ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ ഒരു സുഹൃത്തുണ്ട്, നാട്ടിൽ ഓച്ചറ സ്വദേശിയാണ്, പേര് സജീവൻ എന്നാണ്. അവനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. ജിദ്ദയിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. ഒരിക്കൽ അവന്റെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവം, വളരെ രസകരമായ ഒരു അനുഭവം അവൻ എന്നോട് പറയുകയുണ്ടായി. അവന്റെ സ്പോൺസർ ഒരു ലേഡിയാണ്. ഒരിക്കൽ പെട്ടെന്ന് അർജന്റായിട്ട് അവർക്കൊരു ഹോസ്പിറ്റൽ ആവശ്യം വന്ന സമയത്ത് സജീവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാണ്, നീ വേഗം വാ, ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടെന്ന് പറയും. പെട്ടെന്ന് സജീവ് അപ്രതീക്ഷിതമായി വിളിച്ച ഓട്ടമായതുകൊണ്ട് മൊബൈലും വണ്ടിയുടെ ചാവിയും പേഴ്സും ഒക്കെ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ടാണ് ഓടി പുറത്തേക്ക് വരുന്നത്. ഓടി വന്ന് വണ്ടിയിലേക്ക് കയറുന്ന വെപ്രാളത്തിൽ അവന്റെ കയ്യിൽ നിന്നും ചാവിയും മൊബൈലും പേഴ്സും ഒക്കെ താഴേക്ക് വീണു. താഴേക്ക് വീണ പേഴ്സ് തുറന്ന് മലർന്ന രീതിയിലാണ് കിടക്കുന്നത്. അവന്റെ സ്പോൺസറായ ലേഡി ആ പേഴ്സ് എടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴാണ് പേഴ്സിനുള്ളിൽ ഒന്ന് രണ്ട് ചിത്രങ്ങൾ അവർ ശ്രദ്ധിച്ചത്. അതിലൊന്ന് കൃഷ്ണന്റെ ചിത്രമായിരുന്നു, മറ്റു രണ്ടെണ്ണം ഗണപതിയുടെയും ശിവന്റെയും പാർവതിയുടെയും ചിത്രങ്ങളായിരുന്നു. യാത്രാമധ്യേ സജീവിനോടായി അവന്റെ സ്പോൺസർ ചോദിച്ചു, സജീവൻ നിന്റെ പേഴ്സിൽ കണ്ട ഫോട്ടോസുകളൊക്കെ എന്താണ്, അവരൊക്കെ ആരാണ്? സജീവ് പറഞ്ഞു, അതൊക്കെ എന്റെ ദൈവങ്ങളാണ്, ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്ന എന്റെ ഇഷ്ട ദൈവങ്ങളാണ്. പിന്നെ അവന്റെ സ്പോൺസർ ഒരു തമാശ രൂപത്തിൽ പറഞ്ഞു, മാഷാ അല്ലാ, നിനക്ക് ഒന്നിലധികം ദൈവങ്ങളുണ്ടല്ലോ. നിന്റെ ഒരു പ്രയാസം ചെന്ന് നീ ഒരു ദൈവത്തിനോട് പറയുമ്പോൾ അവരിൽ നിന്നും നിനക്ക് പരിഹാരമൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിനക്ക് അടുത്ത ദൈവത്തിന്റെ അടുത്തേക്ക് പോകാം, അവിടുന്ന് കിട്ടുന്നില്ലെങ്കിൽ മൂന്നാമത്തെ ദൈവത്തിന്റെ അടുത്തേക്ക് പോകാം. പക്ഷെ ഞങ്ങൾ മുസ്ലിങ്ങളുടെ കാര്യം വലിയ കഷ്ടമാണ്, ഞങ്ങൾക്ക് ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ദൈവത്തിനോട് മാത്രമേ ഞങ്ങളുടെ ആവലാതികളും വിഷമങ്ങളും ബോധിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് വളരെ തമാശ രൂപത്തിൽ രസകരമായ രീതിയിൽ അവർ പറഞ്ഞ ഒരു സംഭവം, ഒരു അനുഭവം അവർ എന്നോട് പങ്കുവെക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാ ഗൾഫ് രാജ്യങ്ങളും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണെങ്കിലും ശരീഅത്ത് നിയമങ്ങൾ പിന്തുടരുന്നവരാണെങ്കിലും മറ്റു മതവിശ്വാസികൾക്കും അവരുടേതായ വിശ്വാസങ്ങൾ അനുസരിച്ച് അവരുടെ വിശ്വാസധാരകളെ മുറുകെ പിടിച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാം എന്നുള്ളതാണ്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്കോ ക്രൈസ്തവ സഹോദരങ്ങൾക്കോ ഒളിഞ്ഞും തെളിഞ്ഞുമൊന്നും അവരുടെ ആരാധനകൾ നിർവഹിക്കേണ്ട കാര്യമില്ല. അവർക്ക് ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് ആരാധനകൾ നിർവഹിക്കണമെങ്കിൽ അധികൃതരുമായി ബന്ധപ്പെട്ടാൽ അതിനുള്ള വഴികളൊക്കെ അവർ ചെയ്തു കൊടുക്കും, അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കി കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ റൂമുകളിൽ നിങ്ങളുടെ ദൈവങ്ങളുടെ, നിങ്ങളുടെ ആരാധനാ മൂർത്തികളുടെ ചിത്രങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിന് ഇവിടുത്തെ നിയമമോ നിയമവ്യവസ്ഥകളോ ഒരു തരത്തിലും തടസ്സമല്ല. ഗൾഫിൽ പല രാജ്യങ്ങളിലും ഹൈന്ദവ സഹോദരങ്ങൾക്കും ക്രൈസ്തവ സഹോദരങ്ങൾക്കും നിലവിൽ ക്ഷേത്രങ്ങളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്. അതുകൂടാതെ തുടർന്നും ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും നിർവഹിക്കാനുള്ള തീരുമാനങ്ങളും അതിനുള്ള കൂടിയാലോചനകളും നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഹൈന്ദവ മതവിശ്വാസികൾക്കും ക്രൈസ്തവ സഹോദരങ്ങൾക്കും പ്രാർത്ഥിക്കാനും അവരുടെ ആരാധനകൾ നിർവഹിക്കാനുമുള്ള സൗകര്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടെന്നിരിക്കെ ഒരു പൊതുവായ സ്ഥലത്തേക്ക് ഇറങ്ങി ദൈവത്തിന്റെ പേരിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളതോ ആയ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുകയോ ചെയ്താൽ അതിനൊക്കെ 8ന്റെ പണി കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെയുള്ള ഒരു അഭ്യാസ പ്രകടനമാണ് കഴിഞ്ഞ ദിവസം ഒമാനിൽ നടന്നത്. ആ വാർത്ത നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം ഒമാനിലെ ഇന്ത്യൻ സ്കൂളിൽ നടന്ന തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഭാഗമായി ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ പിതാവാണ് ആദ്യമായി ഈ വിഷയത്തിൽ ഒരു പരാതി ഉന്നയിച്ചത്. ആ പരാതിയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ് ഈ പ്രശ്നം, ഈ സംഭവം എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് ഒമാനിലും മറ്റു ഗൾഫ് രാജ്യങ്ങളിലും ജോലി ചെയ്ത് ജീവിക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരെയും ചിന്തിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഭാഗമായി ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഉയർത്തിയ ജയ് ശ്രീറാം വിളികൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം വിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സംഘപരിവാർ അവരുടെ ആരാധനയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പോയി വിളിക്കുന്ന ഒന്നല്ല ജയ് ശ്രീറാം എന്നുള്ളത്. അല്ലെങ്കിൽ അവർക്ക് ശ്രീരാമനോടുള്ള സ്നേഹമോ അദ്ദേഹത്തിനോടുള്ള ബഹുമാനമോ അദ്ദേഹത്തിനോടുള്ള ഭക്തിയുടെ ഭാഗമായി അവർ നിറകണ്ണുകളോടെ കൈകൾ കൂപ്പി വിളിക്കുന്ന ഒരു വാക്കുമല്ല ജയ് ശ്രീറാം എന്നുള്ളത്. പ്രധാനമായും മുസ്ലിങ്ങളെ കാണുമ്പോഴാണ് അവർ ശ്രീരാമനെ ജയ് വിളിക്കാറുള്ളത്. മുസ്ലിം ദേവാലയങ്ങൾ കാണുമ്പോഴാണ് അത്തരത്തിലുള്ള വാക്കുകൾ അവർ ഉപയോഗിക്കാറുള്ളത്. അവരുടെ ഏതെങ്കിലും ആരാധനയുടെ ഭാഗമായി അല്ലെങ്കിൽ അവരുടെ ഒരു ഘോഷയാത്രയുടെ ഭാഗമായി അവർ പോകുന്ന വഴികളിൽ മുസ്ലിം ദേവാലയങ്ങൾ ഉണ്ടെങ്കിൽ, മുസ്ലിം പള്ളികൾ ഉണ്ടെങ്കിൽ, മുസ്ലിം വ്യാപാരികളെ കണ്ടാൽ, മുസ്ലിം പ്രസ്ഥാനങ്ങളെ കണ്ടാൽ, മുസ്ലിം സംഘടനകളെയും മുസ്ലിങ്ങളുടേതായ ഒരു കൂട്ടായ്മയും കണ്ടാൽ
അപ്പോൾ അവർക്ക് ശ്രീരാമനെ ഓർമ്മ വരും. അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ കൂടെ സഹയാത്രികനായി യാത്ര ചെയ്യുന്ന പ്രായമുള്ള തൊപ്പി വെച്ച താടി വെച്ച ഒരു വയോധികനായ മുസ്ലിമിനെ കണ്ടാൽ അപ്പോഴും അവർക്ക് ജയ ശ്രീരാം വിളിക്കാൻ തോന്നും. അല്ലെങ്കിൽ സംഘപരിവാറിന് ഭരണമുള്ള ഭാഗങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, നിത്യവൃത്തിക്ക് വേണ്ടി എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കുന്ന സാധുക്കളായ മുസ്ലിങ്ങളെ കണ്ടാൽ അവരെ വിളിച്ചു നിർത്തി ജയ ശ്രീറാം വിളിപ്പിക്കും. ഇനി അതുമല്ലെങ്കിൽ അവർക്കൊരു മുസ്ലിമിനെ കൊല്ലണമെന്ന് തോന്നിയാൽ അപ്പോൾ അവർ അദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുത്തുകൊണ്ട് ജയ ശ്രീറാം എന്ന് വിളിച്ച് ആ മുസ്ലിമിനെ നിർഭയം തല്ലിക്കൊല്ലും. ചുരുക്കത്തിൽ അക്രമത്തിന്റെയും കൊലവിളിയുടെയും മുദ്രാവാക്യമായി അവർ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് ജയ ശ്രീറാം വിളികൾ. അതേ ജയ ശ്രീറാം വിളികൾ അറേബ്യൻ രാജ്യങ്ങളിലും ഉയരുമ്പോൾ ഇവിടുത്തെ ഇന്ത്യക്കാരായ ജനങ്ങൾ മുഴുവൻ അസ്വസ്ഥരാവുകയാണ്. സംഘപരിവാർ ജയ ശ്രീറാം വിളികളിലൂടെ ഇന്ത്യയിൽ ഉടനീളം പടർത്തിയ അതേ അസ്വസ്ഥത ഇനി ഗൾഫ് രാജ്യങ്ങളിലേക്കാകെ പടർന്ന് തങ്ങളുടെ ജീവിതം കൂടി ദുസ്സഹമാക്കുമോ എന്ന് സ്വാഭാവികമായും ഇന്ത്യക്കാർ സംശയിക്കുന്നു. പ്രത്യേകിച്ച് ഹൈന്ദവ സഹോദരങ്ങൾ ആശങ്കപ്പെടുന്നു. ലോകത്തൊരിടത്തും ഇന്ത്യക്കാർ സമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, അത് ഞങ്ങൾ ശ്രീരാമന് കൊടുത്ത വാക്കാണ് എന്ന രീതിയിലാണ് സംഘപരിവാർ ഇന്ത്യക്കാർ എവിടെയെങ്കിലുമൊക്കെ പോയി ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വന്ന് ജയ് ശ്രീറാം വിളിച്ച് അവരുടെ ജീവിതത്തിന്റെ സമാധാന അന്തരീക്ഷം കൂടി തകർക്കാൻ ശ്രമിക്കുന്നത്. ബാബരി മസ്ജിദ് പൊളിച്ച കാലത്ത് പരസ്യമായി സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ലഡു വിതരണം നടത്തിയ RSSകാർ സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്നു. ആ സംഭവത്തോടുകൂടി കമ്പനി അവരെ എക്സിറ്റ് അടിച്ച് പുറത്താക്കിയെങ്കിലും പിന്നീട് പുതിയ വിസയിൽ വന്ന് ഇന്നും സൗദി അറേബ്യയിൽ അവർ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ചുപേരെ എനിക്ക് വ്യക്തിപരമായി നേരിട്ട് തന്നെ അറിയാം. ചുരുക്കത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഏത് മതവിശ്വാസം അനുസരിച്ചും ഏത് ആരാധനകൾ നിർവഹിച്ചും സന്തോഷമായി സമാധാനമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും സൗകര്യങ്ങളും ഉണ്ടെന്നിരിക്കെ മുഴുവൻ ജനങ്ങളുടെയും സമാധാനാന്തരീക്ഷം തകർക്കുന്ന വിധത്തിൽ ജയ് ശ്രീറാം പോലെയുള്ള കൊലവിളികളുമായി സംഘപരിവാർ ഗൾഫ് രാജ്യങ്ങളിലും കളം നിറയുമ്പോൾ അത് ഏറ്റവും കൂടുതലായി ബാധിക്കുക അറേബ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷോപലക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളെയാണ്. അതുകൊണ്ട് ഇത്തരം കാട്ടാളന്മാർക്കെതിരെ, ഭീകരവാദികൾക്കെതിരെ, തീവ്രവാദികൾക്കെതിരെ, മനുഷ്യരുടെ മനസ്സമാധാനം കെടുത്തിക്കളയുന്നവർക്കെതിരെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.